ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ പിന്മാറ്റ അവസ്ഥയിൽ പോയി. ഞങ്ങൾ ഇതൊക്കെ കളഞ്ഞു. കാരണം ഞങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല. സഭയിൽ പോകാനോ ചർച്ചിൽ പോകാനോ ഒന്നിനും പറ്റത്തില്ല. ഞങ്ങൾ പറഞ്ഞു ഇനി ഞങ്ങളെ ഇതിന് വിളിക്കരുതെന്ന് പറഞ്ഞ് മാറിപ്പോയി. പക്ഷേ അന്ന് ഏകദേശം 3 മാസം കഴിഞ്ഞപ്പോൾ രാവിലെയും വൈകുന്നേരവും ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങാതെ നടന്ന എൻ്റെ മാതാവിൻ്റെ റൂമിൽ നിന്നും ഒരു ദിവസം രാത്രി 2 മണിയായപ്പോൾ പ്രൈസ് ദി ലോർഡ് ഭയങ്കരമായി അന്യഭാഷ പറഞ്ഞ്, ഞങ്ങൾ ഇന്നുവരെ കേൾക്കാത്തൊരു ഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ച് യേശുവേ എന്ന് പറഞ്ഞ് സ്തുതിക്കുന്നൊരു ശബ്ദം ഞങ്ങൾ കേട്ടു. ഞാനും എൻ്റെ സഹോദരനും കൂടെ ഓടിച്ചെന്ന് എൻ്റെ മാതാവിൻ്റെ റൂമിൽ നോക്കിയപ്പോൾ എൻ്റെ അമ്മ കട്ടിൽ നിന്ന് ഇറങ്ങി തറയിൽ മുട്ടുകുത്തി യേശുവിനെ ആരാധിക്കുന്നൊരു കാഴ്ച ഞങ്ങൾ കാണാനിടയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞങ്ങൾ അമ്മയെ തട്ടി വിളിച്ചിട്ട് ചോദിച്ചു, അമ്മയ്ക്ക് എന്ത് പറ്റി, എന്തിനാ ഈ ബഹളം വയ്ക്കുന്നത്, എന്താണ് ഈ പറയുന്ന ഭാഷ എന്താ? പ്രൈസ് ദി ലോർഡ്. എൻ്റെ മാതാവ് പറഞ്ഞു, മക്കളെ ഞാൻ യേശുവിനെ കണ്ടടാ. ഹല്ലേലൂയ. രാത്രി 2 മണി സമയത്ത് എൻ്റെ മാതാവിൻ്റെ റൂമിൽ ആയിരക്കണക്കിന് ട്യൂബിൻ്റെ പ്രകാശം പോലെ എൻ്റെ ജീവനുള്ള ദൈവം ഇറങ്ങി വന്നു. എൻ്റെ മാതാവിൻ്റെ അടുക്കലിരുന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ നിന്നെയും നിൻ്റെ കുടുംബത്തെയും എൻ്റെ വേലയ്ക്കായി കണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ മാതാവിൻ്റെ ശരീരത്തിലൂടെ ദൈവത്തിൻ്റെ ശക്തി കടന്നുപോയി. നാമം ജപിച്ചുകൊണ്ടിരുന്ന നാവ് കൊണ്ട് അന്യഭാഷ പറയാൻ തുടങ്ങി, ആരാധിക്കാൻ തുടങ്ങി, യേശുവിനെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. ഞാൻ ടേപ്പ് ഓൺ ചെയ്ത് വയ്ക്കും അമ്മ പ്രാർത്ഥിക്കുന്നത് കേൾക്കാതിരിക്കാൻ. അന്ന് രാത്രി 2 മണിക്ക് ദൈവത്തെ കണ്ട എൻ്റെ മാതാവ് ചെയ്തൊരു കാര്യമുണ്ട്. രാവിലെ എഴുന്നേറ്റപ്പോൾ ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ പൂജാ റൂമിനകത്തിരുന്ന പലതരത്തിലുള്ള വിളക്കുകളും ഫോട്ടോകളും ഒരു സഞ്ചിക്കകത്ത്, ഒരു വലിയൊരു സഞ്ചിക്കകത്താക്കി കെട്ടിപ്പൊതിഞ്ഞ് അതുവഴി പോയ ഒരു അവലുകാരനെ വിളിച്ച്, സൈക്കിളിൽ അവലും കൊണ്ടുപോകുന്ന ഒരുത്തനെ വിളിച്ച് ഇതെല്ലാം കൊടുത്തിട്ട് പറഞ്ഞു കൊണ്ടുപോയിക്കോളാം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഒറ്റ നിമിഷം കൊണ്ട് നൂറ്റാണ്ടുകൾ ആരാധിച്ചുകൊണ്ടിരുന്ന വിഗ്രഹങ്ങളെ യേശുവിൻ്റെ മഹത്വം കണ്ടപ്പോൾ പ്രൈസ് ദി ലോർഡ് പത്രോസ് ഒരിക്കൽ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഞാൻ നിർമ്മിത കഥകളെ പ്രസ്താവിക്കുന്നവനായിട്ടല്ല, ഞാൻ മഹിമ കണ്ട സാക്ഷി അത്രേ. ഹല്ലേലൂയ. മഹത്വം കാണുന്നവന്, മഹിമ കാണുന്നവന് പ്രൈസ്. ഒരു നിമിഷം പോലും പാരമ്പര്യങ്ങളിൽ നിൽക്കാൻ സാധിക്കത്തില്ല. ഒറ്റ സെക്കൻഡ് കൊണ്ട് ഒരു രാത്രിയിൽ ദൈവത്തിൻ്റെ സന്ദർശനം ഉണ്ടായപ്പോൾ, ദൈവത്തിൻ്റെ മഹത്വം കണ്ടപ്പോൾ, പിറ്റേന്ന് രാവിലെ ചെയ്ത കാര്യം അന്ന് വരെ ആരാധിച്ചുകൊണ്ടിരുന്നതെല്ലാം മിഥ്യാ വിഗ്രഹങ്ങളാണെന്ന് മനസ്സിലായപ്പോൾ അതിനെയെല്ലാം എടുത്ത് ദൂരെ കളഞ്ഞു. സുവിശേഷം പറയാൻ പോയത് പെന്തക്കോസുകാരുടെ അടുത്തല്ല, സാക്ഷ്യം പറഞ്ഞു തുടങ്ങിയത് പെന്തക്കോസുകാരുടെ അടുത്തല്ല. ഹല്ലേലൂയ. ഞങ്ങൾ കണ്ട യേശുവിനെ ആദ്യമായി പറഞ്ഞത് RSSകാരുടെ അടുത്താണ്. ആ ദേശത്തിലിറങ്ങി സകല ദേശത്തിലും സകലരുടെയും ഹിന്ദുക്കളുടെ വീട്ടിൽ കയറി, ജാതികളുടെ വീട്ടിൽ കയറി ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ കണ്ടു. എൻ്റെ മാതാവ് എനിക്ക് ഭയങ്കര പേടിയാണ്. അന്ന് ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, ഞാൻ അന്ന് രക്ഷിക്കപ്പെട്ടിട്ടില്ല, യേശുവിനെ അറിയത്തില്ല, എൻ്റെ മാതാവും സഹോദരനും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഇവർ രണ്ടും കൂടെ ഭയങ്കര ആരാധന തുടങ്ങി. അവരെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. ഞാൻ ടേപ്പ് വലുതായിട്ട് ഓൺ ചെയ്ത് വയ്ക്കും. ഞാൻ വെട്ടുകത്തിയെടുത്ത് എൻ്റെ മാതാവിൻ്റെ കഴുത്തിൽ വെച്ചു, എൻ്റെ സഹോദരൻ്റെ കഴുത്തിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഭീഷണി, ഞാൻ കൊന്നുകളയും, നിങ്ങൾ മിണ്ടരുത്, ഇവിടെ ശബ്ദം കേൾക്കരുത്, നാണക്കേടാണ്. പ്രൈസ് ദി ലോർഡ്. നാട്ടുകാർ വന്നു, ബന്ധുക്കൾ വന്നു. ഒരു മരണ വീട് പോലെ ഞങ്ങളുടെ വീട്ടിനകത്ത് ആൾക്കാർ കയറിയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്, വിവരക്കേടല്ലേ കാണിക്കുന്നത്? ഹല്ലേലൂയ. നമ്മളെന്തിനാ മറ്റൊരു മതത്തിൽ പോകണം? നമുക്ക് ദൈവങ്ങളില്ലാത്തത് കൊണ്ടാണോ? അന്യ ദൈവങ്ങളെ, വിദേശ ദൈവങ്ങളെ നമ്മൾ എന്തിനാ ആരാധിക്കുന്നത്? ഇത് നിങ്ങൾ ഹിപ്നോട്ടിസം ചെയ്തതാണ്, മാസ്മരിസം ചെയ്തത്. നിങ്ങളെന്താ അമേരിക്കക്കാരിൽ നിന്ന് പണം വാങ്ങിച്ചോ? ആയിരക്കണക്കിന് ചോദ്യങ്ങളുടെ നടുവിൽ ഉത്തരമില്ലാതെ നിന്നപ്പോൾ ഒരിക്കൽ ഒരു കൂട്ടം RSSകാർ ഞങ്ങളുടെ വീട് കയറി ആക്രമിക്കാൻ വേണ്ടി 150 വരുന്ന RSSകാർ വന്നു. പെട്രോളുണ്ട്, മണ്ണെണ്ണയുണ്ട്, വെട്ടുകത്തിയുണ്ട്, വാളുണ്ട്, എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ട് പറഞ്ഞു, അമ്മയും മക്കളും വെളിയിലിറങ്ങാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അമ്മ മുട്ടുമടക്കി പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പെട്ടെന്നൊരു ദർശനം കാണിച്ചു. ഹല്ലേലൂയ. അവിടെ വെളിയിൽ 150 പേരേ ഉള്ളൂ, എന്നാൽ നിന്റെ വീടിന് ചുറ്റും ആയിരക്കണക്കിന് ദൂതന്മാരെ ഞാൻ നിർത്തിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങൾ ധൈര്യമായിട്ട് വെളിയിലിറങ്ങി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അമ്മ പറഞ്ഞു, എടാ മക്കളെ, ഞാനുണ്ട് നിങ്ങൾക്ക്. എൻ്റെ അമ്മയുടെ വിശ്വാസമാണ് ഇന്ന് രാത്രി ഞാനിവിടെ നിൽക്കുന്നത്. ഒരു സ്ത്രീ, ഒരു ഭവനത്തിനകത്ത് ഒരു വ്യക്തി ഉണ്ടായാൽ മതി, വിശ്വാസമുള്ള ധൈര്യമുള്ള ഒരു വ്യക്തി ഉണ്ടായാൽ നിന്റെ കുടുംബം മുഴുവൻ നേടാൻ നിനക്ക് പറ്റും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതാ, കണ്ടില്ലേ, നമ്മൾ വിശ്വസിച്ചതിൻ്റെ പ്രതിഫലം കണ്ടത്. ഇവരെല്ലാം കൊല്ലാമെന്ന് നിൽക്കുക, എങ്ങനെ രക്ഷപ്പെടും? ഒരു പാഷം വീട്ടിനകത്തുണ്ട്, പാഷ കിടുകിട വരച്ചുകൊണ്ടിരിക്കുക. അമ്മ പറഞ്ഞു, പേടിക്കണ്ട, ഞങ്ങളെ കൊന്നിട്ടേ നിങ്ങളെ തുടർന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മാതാവ് വെളിയിൽ ഇറങ്ങി നിന്നു. പ്രൈസ് ദി ലോർഡ്. കൊല്ലാൻ പറഞ്ഞു. ഹല്ലേലൂയ. ധൈര്യമുള്ളവർക്ക് കൊല്ലാമെന്ന് പറഞ്ഞു. ഭയങ്കരമായ ചീത്ത വാക്കുകൾ അവർ പറയാൻ തുടങ്ങി, ക്രൂരമായ വാക്കുകൾ, അപവാദങ്ങൾ, വിഷയങ്ങളുണ്ടാക്കി. വെട്ടുകത്തി എടുത്തുകൊണ്ട് ജയൻ എന്ന് പറയുന്ന ഒരു വലിയൊരു ഗുണ്ട ഓടി ഫ്രണ്ടിലോട്ട് വരാൻ പോയപ്പോൾ
പെട്ടെന്ന് ഒരാൾ ഓടി വന്ന് പറഞ്ഞു, നിന്റെ കയ്യിൽ ഈ കമ്പും വാളും ഒക്കെ വെച്ച് തന്ന ആളിൻ്റെ ഭാര്യയും മക്കളുമായത്. പ്രൈസലോ. അവരെ കൊല്ലുന്നതിന് മുമ്പ് ആ പുള്ളി ഒന്ന് നമുക്ക് അറിയിക്കണം. അതുകൊണ്ട് തൽക്കാലം ഇന്ന് വേണ്ട. പ്രൈസലോ. അവരങ്ങ് പോയി, തിരിച്ചു പോയി. ഒരുപാട് പറഞ്ഞു. എൻ്റെ അമ്മയോട് പറഞ്ഞു, നിന്റെ അഹങ്കാരത്തിന് നിന്റെ 2 മക്കളുടെയും തല ഞങ്ങൾ വെട്ടും. ആ രക്തം കണ്ട് നീ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കും എന്ന് പറഞ്ഞു. പ്രൈസലോ. ഇവർ പോയ ഉടനെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ആരും അന്ന് വരെ കാണാത്തൊരു ഏതോ ഒരു പ്രവാചകൻ, വഴിയെ പോയൊരു പ്രവാചകൻ ഞങ്ങളുടെ വീട്ടിൽ കർത്താവ് അയച്ചിട്ട് വന്നു. അദ്ദേഹം വീട്ടിനകത്ത് കയറി. ഞങ്ങൾ അറിയത്തില്ല ഈ പുള്ളി ആരെന്ന്. അദ്ദേഹം കയറി ഉടനെ ഒറ്റ പ്രവചനമാണ്, നിങ്ങളുടെ ഈ ഭൂമിയിൽ നിന്ന് എടുത്തു മാറ്റുമെന്ന് പറഞ്ഞവനെ ഈ ഒരാഴ്ചക്കകത്ത് ഞാൻ എടുത്തു മാറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങൾക്ക് അറിയത്തില്ല. യേശു നേരിട്ട് ഇറങ്ങി വന്ന അന്ന് മുതൽ 8-9 വർഷക്കാലം ഒരു ദിവസം പോലുമില്ല രാവിലെ പകൽ മുഴുവനും കല്ലേറും കാറിത്തുപ്പുന്ന അനുഭവങ്ങളും ക്രൂരമായ പീഡനങ്ങളും പോലീസ് കേസുകളും. ഹല്ലേലൂയ. ഏകദേശം 10-15 കിലോമീറ്റർ ചുറ്റളവിൽ പോസ്റ്ററുകൾ എഴുതി ഒട്ടിച്ചു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പിന്നെ ശാന്താകുമാരി, മറിയ, പ്രൈസ്, പിന്നെ ഷിജു, ഫിലിപ്പോസ്, ശ്രീജു, മത്തായി, ഇവർ അമേരിക്കയിൽ നിന്ന് പണം വാങ്ങിച്ചുകൊണ്ട് ഭാരതത്തെ ഒറ്റുകൊടുത്തവരാണ്. ഇവരെ നായെ കൊല്ലുന്നത് പോലെ തല്ലിക്കൊല്ലണം. പ്രൈസ് ലോർഡ്. അതിനു മുമ്പ് ഒരിക്കലും ഒരു മനുഷ്യനും തൻ്റെ ഇടം ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്കെതിരായിട്ട് ഒരു വിരൽ ഉയർത്താൻ. പക്ഷേ യേശുവിനെ അറിഞ്ഞപ്പോൾ ഈ പോസ്റ്റർ എല്ലാം കണ്ടു. എല്ലാം കണ്ടിട്ട് ഞങ്ങൾ പ്രതികരിക്കാൻ പോയില്ല. കാരണം പകൽ മുഴുവനും പ്രതികൂലമാണെങ്കിലും രാത്രിയിൽ ഒരു യേശു കർത്താവ് ഞങ്ങളുടെ റൂമിനകത്ത് ഇറങ്ങി വരും. ഞങ്ങൾക്ക് ദർശനങ്ങൾ തരും, വെളിപ്പാടുകൾ തരും, ഞങ്ങളെ ബലപ്പെടുത്തും, ഞങ്ങളെ ശക്തിപ്പെടുത്തും. ആയിരക്കണക്കിന് ഭാഷന്മാർ കയറി ഇറങ്ങി ഞങ്ങളുടെ വീട്ടിൽ. പ്രൈസ് ലോർഡ്. അന്ന് ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ അറിയത്തില്ല, സ്വോത്രക്കാഴ്ച എന്തെന്ന് അറിയത്തില്ല, വചനം ഞങ്ങൾക്ക് അറിയത്തില്ല, ബൈബിൾ ഞങ്ങൾക്ക് അറിയത്തില്ല, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരമുണ്ടെന്ന വാക്യം എവിടെയെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷേ ഒരു ദിവസം രാത്രിയിൽ ഒരു ദൂതൻ ഞങ്ങളുടെ റൂമിനകത്ത് ഇറങ്ങി വന്ന് ബൈബിൾ തുറന്നു വെച്ചിട്ട് ഈ വാക്യം ആദ്യം എടുത്ത് കാണിച്ചു തന്നത്. പ്രൈസ് ലോർഡ്. സ്തോത്രം. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ആരംഭിച്ചു. വീട്ടിനകത്ത് കയറി കിടക്കാൻ വയ്യ. പൈശാചിക ശക്തികൾ ഇളകി. സത്യത്തിലും ആത്മാവിലും വീട്ടിനകത്ത് ഞങ്ങൾ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ വീട്ടിനകത്ത് അന്ന് വരെ ഉണ്ടായിരുന്ന പാരമ്പര്യ പൈശാചിക ശക്തികൾ ഇളകി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന നാളുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഹല്ലേലൂയ, അതിൻ്റെ നടുവിൽ ജീവനുള്ള ദൈവത്തിൻ്റെ ശബ്ദം ഒരു ദിവസം പോലുമില്ല ഞങ്ങൾ കേൾക്കാൻ തുടങ്ങി. പ്രൈസ്. ആ ജയൻ എന്ന് പറയുന്ന മനുഷ്യൻ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ആക്സിഡൻറ്റിൽ പെട്ട് മരിച്ചു. പുള്ളിയുടെ ശരീരം പോലും ഇല്ല, കത്തിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ആ ദേശത്തിൽ ഭയങ്കര ഒരു ഭയമുണ്ടായി. ഒരു ദിവസം നടന്നു പോയപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ കാർക്കിച്ച് തുപ്പി. ക്രിസ്ത്യാനി പോകുന്നു പറഞ്ഞു തരുമ്പോൾ ഒരു കാറ്റാടി മരം ഒടിഞ്ഞ് ഈ തുപ്പിയവൻ്റെ കയ്യിൽ വീണ് ഒടിഞ്ഞു പോയി. ഇതെല്ലാം കണ്ട് ജനത്തിനൊരു ഭയങ്കര ഭയമുണ്ടായി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എത്രയോ കാര്യങ്ങൾ. എന്നാൽ ആ ദേശത്തിൻ്റെ നടുവിൽ, ഈ പ്രതികൂലങ്ങളുടെ നടുവിലും എൻ്റെ അമ്മയും എൻ്റെ സഹോദരൻ രാവിലെ എഴുന്നേക്കും. 8:30 മണിക്കാണ് ആരാധന. CSIയിൽ അന്ന് ആ CSIയിലെ ചർച്ചിൽ ഇരിക്കുന്ന അച്ഛൻ ഭയങ്കര അഭിഷിക്തനാണ്. പ്രൈസ് ദി ലോർഡ്. അത് എന്തൊക്കെ സഭയാ. ഹല്ലേലൂയ. പേര് വെളിയിൽ CSI എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ അകത്ത് തീയ. ഹല്ലേലൂയ. ഇവിടെ ശ്രീയേശുനാമം എന്ന പാട്ട് അവിടെ ഇടുമ്പോൾ, മൈക്കിൽ ഇടുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, എൻ്റെ മാതാവ് എൻ്റെ സഹോദരൻ എഴുന്നേക്കും. ഞാൻ പറയും പോകരുത്. കാരണം പോകുന്ന വഴിയിലെല്ലാം കൊല്ലാനും വെട്ടാനും കുത്താനും വേണ്ടി ആൾക്കാർ ഗൂഢാലോചനകത്ത് ഇരിക്കുക. എനിക്ക് ഭയങ്കര ഭയമാണ്. അവർ പറയും ഞങ്ങൾ മരിച്ചാലും നമ്മൾ മരിച്ച് മണ്ണടിയേണ്ടവരാ. എന്നാൽ ആ യേശു കർത്താവ് വിചാരിച്ചിട്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഇനി മരിക്കുന്നെങ്കിൽ യേശുവിന് വേണ്ടി മരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മാതാവ് എൻ്റെ ബ്രദറിനെ വിളിച്ചുകൊണ്ട് ഇറങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ മഹത്വം കണ്ടു കഴിഞ്ഞാൽ പിന്നെ വീട്ടിനകത്ത് സീരിയലും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഞായറാഴ്ച ദിവസവും വെള്ളിയാഴ്ച ദിവസവും ഫാസ്റ്റിംഗ് പ്രയർ പ്രഖ്യാപിക്കുമ്പോൾ വീട്ടിനകത്ത് ഗസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് വേണ്ടി വെച്ച് വിളമ്പി ഇരിക്കാൻ നിനക്ക് പറ്റത്തില്ല. പ്രൈസ് ലോർഡ്. എൻഗേജ്മെന്റിന് വേണ്ടി ഞായറാഴ്ച എൻഗേജ്മെന്റ് ഉണ്ട്, കല്യാണമുണ്ടെന്ന് പറയുമ്പോൾ വിശുദ്ധ ആരാധന ദിവസം ഞാൻ അതിന് വരുന്നില്ലെന്ന് പറയുവാൻ കോംപ്രമൈസ് ഇല്ലാത്തൊരു വിശ്വാസിയായി ജീവിക്കാൻ നിനക്ക് സാധിക്കണമെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ മഹിമ കണ്ട സാക്ഷിയായി നീ മാറണം. പ്രൈസ് ലോർഡ്. പെന്തക്കോസ്ത് സഭയ്ക്കകത്ത് 10:30 ആരാധന തുടങ്ങണം. ഈ 12:30 ആൾ വരുന്നത്. കാരണം നമ്മുടെ പോക്കറ്റിലാണ് യേശു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പാഷന്മാർ ആശീർവാദം പറയുമ്പോഴാണ് ആൾക്കാർ വരുന്നത്. നമ്മൾ എന്തോ വലിയ പുള്ളികളും, ഈ പാഷന്മാരൊക്കെ എവിടെയോ ദാസന്മാർ. നമ്മൾ സ്വോത്ര കാഴ്ച കൊണ്ട് കാണിക്ക കൊടുത്ത് പൈസ കൊടുത്ത് ഇട്ടിരിക്കുന്ന വേലക്കാരാ പാഷന്മാരെന്ന എല്ലാവരുടെ വിചാരം. നിന്റെ കാര്യം വിടുതലാ. പ്രൈസ് ലോർഡ്. നിന്റെ തലമുറയോട് ദൈവം ചോദിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി മനസ്സിലാക്കണം. ഹല്ലേലൂയ. നീ ആരാധിക്കുന്നവനാണെങ്കിലും നിന്റെ തലമുറ ആരാധിക്കും. പ്രൈസ്. നീ കാണിക്ക കൊടുത്താലേ നിന്റെ തലമുറ കാണിക്ക കൊടുക്കത്തുള്ളൂ. പ്രൈസ് ലോർഡ്. നീ ഹല്ലേലൂയ പാഷന്മാരെ കുറ്റം പറയുന്നവനാണെങ്കിൽ നിന്റെ തലമുറയും പാഷന്മാരെ കുറ്റം പറയുന്നവനായിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് യേശു കർത്താവ് പണ്ട് പറഞ്ഞു, എന്നെ ചൊല്ലി നിങ്ങൾക്ക് അറിയേണ്ട നിങ്ങളെ തലമുറ ഓർത്ത് കരയുവിൻ.
പ്രൈസ് ദി ലോർഡ്. ഇന്ന് അനേകർ 21, 30, 40 ഒക്കെ നിന്റെ തലമുറയ്ക്ക് വേണ്ടി വീണ്ടും ഇരിക്കേണ്ടി വരുന്നത് നിന്റെ കുഞ്ഞുങ്ങൾ കുഞ്ഞുനാളിലെ സൺഡേ സ്കൂളിന് വിട്ടും കൃത്യമായി ആരാധനയ്ക്ക് വിട്ടും ദൈവദാസന്മാർ പറയുന്ന ദാസന്മാരെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചാൽ 18, 15, 25 വയസ്സാകുമ്പോൾ നിന്റെ മക്കൾ വഴിവിട്ടു പോയെന്ന് പറഞ്ഞ് നിനക്ക് ഉപവാസ പ്രാർത്ഥന എടുക്കേണ്ടി വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ അമ്മ അന്നത്തെ ഒരു കാര്യം ചെയ്യുമായിരുന്നു. ഞാൻ ആരാധിക്കാൻ ചർച്ചിൽ പോകാതിരുന്നാൽ എനിക്ക് ഭക്ഷണം തരത്തില്ല. എനിക്കും എൻ്റെ ബ്രദറിനോ ഭക്ഷണം തരണമെങ്കിൽ ഞായറാഴ്ചത്തെ ആരാധനയിൽ പോയിരിക്കണം. നൈറ്റ് വിജിൽ എന്ന് പറഞ്ഞ സംഭവം അതെല്ലാം പോയിരിക്കണം. പോകാതെ ഭക്ഷണം തരത്തില്ല. ഇന്ന് എത്ര പിള്ളേരുണ്ട്, എത്ര ആൾക്കാരുണ്ട് മക്കൾക്ക് ഇങ്ങനെയൊന്നും ഭക്ഷണം കൊടുക്കരുത്. ആരാധനയ്ക്ക് പോകാതെ പ്രാർത്ഥിക്കാതെ ഒരു വചനം കാണാതെ പറയാതെ പ്രൈസ് ദി ലോർഡ് ഇവരെ കിടത്തരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നിങ്ങളുടെ മക്കൾക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എൻ്റെ മാതാവ് രാവിലെ പോകുന്ന വഴിയിൽ അടിക്കാനും വെട്ടാനും വേണ്ടി ആളിരിക്കും. എൻ്റെ അമ്മ ഉറക്കെ പാടിക്കൊണ്ട് പോകും. പ്രൈസ് ദി ലോർഡ്. അത്ഭുതം യേശുവിൻ നാമം എന്നൊക്കെ പറഞ്ഞ് പാടിക്കൊണ്ട് പോകും. അടിക്കാനിരിക്കുന്നവന്മാർ അവിടെ സ്തംഭിച്ചിരിക്കും, അവിടെ പാരലൈസ്ഡായിരിക്കും. ഒറ്റ എണ്ണത്തിൻ്റെ കരം പൊങ്ങത്തില്ല അടിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ മാതാവ് ആരാധനയ്ക്ക് പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ ഇരുന്ന് ആരാധിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഒരു ദിവസം എൻ്റെ അമ്മയോട് എൻ്റെ അച്ഛനോ എൻ്റെ സഹോദരനോട് ഞാൻ പറഞ്ഞു, നിങ്ങളെ കരുതി എനിക്ക് വെളിയിലിറങ്ങി നടക്കാൻ വയ്യ, നാണക്കേടാ. ബന്ധുക്കൾ എന്നോട് പറഞ്ഞു, മൂത്ത മകനാണ് നീ പറഞ്ഞാൽ നിൻ്റെ അമ്മയും സഹോദരനും കേൾക്കത്തില്ലേ, ഒന്നുകിൽ നീ പറഞ്ഞ് റെഡിയാക്കണം, അല്ലെങ്കിൽ ഇവരെ ഞങ്ങൾ കൊല്ലും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞാൽ എവിടെ കേൾക്കാൻ അവർ? കാരണം അകത്ത് യേശു കയറിപ്പോയി കഴിഞ്ഞാൽ ഇതൊരു ഭയങ്കര പകർച്ചവ്യാധി പോലെ ഒരു സംഭവമാണ്. പ്രൈസ് ദി ലോർഡ്. ചിക്കൻ പോക്സ് ഒരാൾക്ക് ഒരു വീട്ടിൽ വന്നാൽ കൃത്യമായിട്ട് വന്നിരിക്കും മറ്റാൾക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വൈറൽ ഫീവർ വന്നു കഴിഞ്ഞാൽ മറ്റൊരാൾക്കും വന്നു കഴിയും. അതുപോലെ പരിശുദ്ധാത്മാവ് ഒരുത്തൻ്റെ വീട്ടിനകത്ത് ഒരാളിനെ പിടിച്ചാൽ ആ കുടുംബത്തിനെ മുഴുവൻ പിടിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. എൻ്റെ അമ്മയും എൻ്റെ സഹോദരൻ കണ്ണുനീരൊഴുക്കി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദിവസം ഞാൻ എൻ്റെ പെട്ടിയെല്ലാം ഡ്രസ്സെല്ലാം എടുത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, നാളെ മുതൽ ഞാൻ ഈ വീട്ടിൽ കാണത്തില്ല. കാരണം നാണക്കേട് കൊണ്ട് വെളിയിലിറങ്ങാൻ വയ്യ. അമ്മയും മകനും കൂടെ പാട്ടും പ്രാർത്ഥന ആരാധന എന്ന് പറഞ്ഞാൽ ബന്ധക്കോസുകാരായി നടക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നെക്കൊണ്ട് ഇനി നിങ്ങളെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല, ഞാൻ ഒളിച്ചോടി നാട് വിട്ടു പോകാൻ വേണ്ടി തീരുമാനിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അന്ന് രാത്രി പെട്ടിയെല്ലാം റെഡിയാക്കി ഒരുങ്ങി കിടന്ന എൻ്റെ റൂമിനകത്ത് വെളുപ്പാങ്കാലമായപ്പോൾ ഹല്ലേലൂയ വെള്ളപ്പട്ട് പോലെ തലമുടിയുള്ള ഒരു വ്യക്തി വന്നു തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നോക്കിയപ്പോൾ വെള്ളപ്പട്ട് പോലെ തലമുടിയുള്ളൊരു മനുഷ്യൻ. ആ വ്യക്തിയുടെ കണ്ണിൽ നോക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അതിഭയങ്കരമായൊരു ദൈവശബ്ദം ഞാൻ കേട്ടു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പെട്ടെന്നൊരു ദൈവത്തിൻ്റെ മഹത്വം എൻ്റെ മേൽ ഇറങ്ങി. എൻ്റെ ശരീരം മുഴുവൻ ദൈവശക്തി കൊണ്ട് നിറഞ്ഞു. ഞാൻ മുട്ടുമടക്കിയിരുന്ന് ഹല്ലേലൂയ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്യഭാഷ പറയാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ബ്രദർ ഓടി വന്നു, എൻ്റെ മാതാവ് ഓടി വന്നു. ഞങ്ങൾ ഒരുമിച്ച് ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ന് മുതൽ ഞങ്ങൾ കുടുംബമായി ഒരുമിച്ച് ആരാധിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ, കൊല്ലാൻ വേണ്ടി ആയിരക്കണക്കിന് ആൾക്കാർ പലപ്പോഴും വന്നു. പക്ഷേ അവരുടെ നടുവിൽ ദൈവത്തെ തള്ളിപ്പറയാൻ ഞങ്ങൾ തയ്യാറായില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ദിവസം ഒരു അനുഭവങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ഒരു ദിവസം ഞങ്ങൾ കുടുംബക്ഷേത്രത്തിനകത്ത് നിന്ന് 12 ദിവസത്തെ ഉത്സവം ഉണ്ട്. 12ാമത്തെ ദിവസമാണ് ആനയും അമ്പാരിയും ഇതെല്ലാം വന്ന് പ്രൈസ് ദി ലോർഡ് ഓട്ടം എന്ന് പറയും. ഓട്ടം. ഇത് താലപ്പൊലി കാര്യങ്ങളെല്ലാം വരും. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വിളക്ക് കത്തിച്ചു വെച്ച് നിറപറയും നിലവിളക്കും ഒക്കെ കത്തിച്ചു വയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഇത് വർഷങ്ങളോളം ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നവരാ. ഞങ്ങൾ ക്രിസ്ത്യാനിയായി വിശ്വാസികളായെന്നറിഞ്ഞപ്പോൾ ഞങ്ങളുടെ കമ്മിറ്റിക്കാരൊരു തീരുമാനമെടുത്തു, ചന്ദ്രൻ്റെ ഭാര്യയും മക്കളെയും കൊണ്ട് ഈ വർഷം നിറവറയും നിലവിളക്കം അവർ വെച്ചില്ലെങ്കിൽ നിർബന്ധമായി അടിച്ച് വലിച്ചഴച്ച് ഇവരെ കൊണ്ടത് ചെയ്യിപ്പിക്കണം. ഞങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെ ആൾക്കാരെ വിളിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്യണം? അവർ പറഞ്ഞു, ഞങ്ങൾ ഇവരെ കൊണ്ട് നാണം കെട്ടിരിക്കുക, ഇവരെ കൊന്നാലും ഞങ്ങൾ ചോദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരുപാട് പേര് ഞങ്ങളോട് വന്ന് പറഞ്ഞു, ഇത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാതെ നിങ്ങളെ കൊല്ലും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾ പറഞ്ഞു, കൊന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ വിട്ടതിൻ്റെ പുറകെ പോകുന്ന ആൾക്കാരല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾ ഭയങ്കരമായിട്ട് തീരുമാനമെടുത്തു. ഭയങ്കരമായ തീരുമാനം. ഉള്ളിൽ ഭയങ്കരമായൊരു ഭയം ഉണ്ടായി. പ്രാർത്ഥിച്ച് അന്യഭാഷ പറഞ്ഞ് ആരാധിച്ചപ്പോൾ ഭയമൊക്കെ മാറി. കർത്താവിൻ്റെ ശബ്ദം ഞങ്ങൾ കേട്ടു. ധൈര്യമായിട്ടിരിക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ബന്ധുക്കൾ ഇഷ്ടം പോലെ വന്ന് മരണ വീട് പോലെ ഞങ്ങളുടെ വീടായി. നാട്ടുകാർ ബന്ധുക്കളൊക്കെ വീട്ടിനകത്ത് രാത്രി 12 മണി വരെ ഞങ്ങൾ ഉപദേശിക്കുക, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി. പ്രൈസ്. ഞങ്ങളോട് സ്നേഹമുള്ള ആൾക്കാർ പറഞ്ഞു, ഒന്ന് വെറുതെ നിന്നാൽ ഞങ്ങൾ വെച്ചോളാം, നിങ്ങൾ അടുത്ത് വന്ന് നിന്നാൽ മതി. കാരണം ഞങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങളെ കൊല്ലുന്നത് കാണാൻ എങ്ങനെയാണെന്നറിയില്ല സഹോദര. ഈ ധൈര്യവും വിശ്വാസവും ഒക്കെ നമുക്ക് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഇതൊന്നും നമ്മുടേതല്ല, ഇത് ദൈവം തരുന്നതാണ്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഇന്നും അത്ഭുതമാണ് എനിക്ക് പലപ്പോഴും ഇതെങ്ങനെ സാധിച്ചു, ഈ ധൈര്യം, ഈ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദിവസം വന്നെത്തി, ഇഷ്ടംപോലെ ജനങ്ങൾ വന്നു. ആയിരക്കണക്കിന് ജനം ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റും നിറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നാട്ടുകാരെല്ലാം അറിഞ്ഞു, ബന്ധുക്കളെല്ലാം അറിഞ്ഞു, എല്ലാവരും വന്നു. അവിടുന്ന് ഭയങ്കര ആനയമ്പാരിയും ഭയങ്കര വെടിയും പുകയാറ്റും ഞാൻ വന്നുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങളുടെ ഹൃദയം അതിനേക്കാളും ഭയങ്കരമായിട്ട് ഇടിയ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ വെളിയിലിറങ്ങി നിൽക്കുക. ആൾക്കാരെല്ലാം കൈ മുറുക്കുന്നുണ്ട്, മുഖമൊക്കെ ചുവന്നു. ഇന്ന് ഈ കുടുംബത്തെ അവളാണ് ഇതിനെല്ലാം കാരണം, തള്ളയും മക്കളെ ഇന്ന് കൊല്ലണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ആൾക്കാർ വന്ന് പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് വയ്ക്കും, ഞങ്ങൾ വെച്ചോളാം, നിങ്ങൾ നിന്നാൽ മതി. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ മരിച്ചാലും ഈ പരിപാടി ഞങ്ങൾ ചെയ്യത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളെ വിട്ടതിൻ്റെ പുറകെ പോകരുത്. അതാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. വിട്ടതായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഇറങ്ങിയതായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ബന്ധുക്കളെയും നാട്ടുകാരെയും പ്രസാദിപ്പിച്ച് ഒരു ജീവിതം നമുക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞങ്ങൾ പറഞ്ഞു, ആരെയും പ്രസാദിപ്പിക്കുന്നില്ല, ആരുടെയും സ്നേഹവും വേണ്ട. അവർ പറഞ്ഞു, നിങ്ങൾ അഹങ്കാരികളാണ്, നിഗളികളാണ്, നിന്നെയൊക്കെ കൊല്ലുന്നത് ഞങ്ങളെ മുമ്പിൽ വെച്ച് കാണേണ്ടി വരും, ഞങ്ങൾ മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ വെളിയിലിറങ്ങി നിന്നു. പ്രൈസ് ദി ലോർഡ്. ആനയുടെ പുറത്ത് ഈ സംഭവം വെച്ചുകൊണ്ട് വരിക, വിഗ്രഹമൊക്കെ വെച്ചുകൊണ്ട് വരിക. ഞങ്ങളുടെ വീടിൻ്റെ ഏറ്റവും ഫ്രണ്ടിലുള്ള വീട്ടിൽ വന്നു അതെല്ലാം എടുത്തു. അടുത്ത ഞങ്ങളുടെ വീടാണ്. ഞങ്ങളുടെ വീട് 4 കൂടി ഒരു ജംഗ്ഷനാണ്. ആ വീട്ടിലെ ഇതൊക്കെ പൂജയൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളുടെ അതിലോട്ട് വന്നപ്പോൾ തന്നെ ജനങ്ങളെല്ലാം ഞങ്ങളെ നോക്കി, ഞങ്ങളുടെ വീട്ടിൻ്റെ പരിസരത്ത് ഞങ്ങളുടെ മുറ്റത്തോട്ടൊക്കെ കയറാൻ തുടങ്ങി, ഞങ്ങൾ ഉപദ്രവിക്കാൻ വേണ്ടി. പക്ഷേ ഈ വീട്ടിലെ നിറപറയും നിലവിളക്കും എടുത്തതിന് ശേഷം ആന ഒരു സ്റ്റെപ്പ് പോലും ഫ്രണ്ടിലോട്ട് വയ്ക്കുന്നില്ല കാല്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആൾക്കാരൊക്കെ പഠിച്ച പണി 18 നോക്കി. മനുഷ്യന് വിവരമില്ലാത്ത മനുഷ്യന് കണ്ടുകൂടെങ്കിലും വിവരമില്ലാത്ത വിവേകമില്ലാത്ത മൃഗം നോക്കിയപ്പോൾ ഏഞ്ചൽ അവിടെ നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഈ ആന ഒരു സ്റ്റെപ്പ് വയ്ക്കത്തില്ല. ഹല്ലേലൂയ. ഒരുപാട് പരിപാടി ചെയ്തു, അനങ്ങുന്നില്ല. അവസാനം ആ സംഭവം ഇട്ടൊന്ന് ഒരു കുത്തു കൊടുത്തപ്പോൾ ആന ഒരു ചിഹ്നം വിളിച്ചു, തുമ്പിക്കൈയിട്ട് കുടഞ്ഞു. ഈ മോളിലിരുന്ന ആൾക്കാർ ഇതെല്ലാം കൂടെ തറയിൽ വന്ന് വീണു. ആൾക്കാർ പറഞ്ഞു, ആന എന്ത് ചെയ്തു? എൻ്റെ പേരെന്തോ? വരണ്ടു. പ്രൈസ് ദി ലോർഡ്. ആന വരണ്ടെന്ന് പറഞ്ഞു, മതമിളകി എന്ന് പറഞ്ഞുകൊണ്ട് ഒരൊറ്റ ഓട്ടമാണ്. അടിക്കാൻ വന്നവനൊക്കെ 100 മൈൽ സ്പീഡിൽ ആനയെ പേടിച്ച് ഓടി, കുഴിയിലൊക്കെ വീണ് കയ്യും കാലും ഒടിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ പറയാം, നിനക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ നിന്റെ കൂടെ സ്വർഗമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്ക് യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസമുണ്ടോ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ? ലോകത്തിലുള്ള സകലതിനെയും വിട്ടെറിഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ ഇറങ്ങിത്തിരിക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നിന്നെ വിളിച്ചത് യേശുവാണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എത്ര പേർക്ക് ഉറപ്പുണ്ട്, എന്നെ വിളിച്ചവൻ യേശുവാ, എനിക്ക് ധൈര്യമുണ്ട്, തൻ്റെ ഇടമുണ്ട്, സുവിശേഷം പ്രസംഗിക്കാൻ എനിക്ക് ധൈര്യമുണ്ട്. കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് ഒരു കൺവെൻഷൻ കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ കൺവെൻഷന് നിറയെ പോലീസ് പ്രൊട്ടക്ഷനിലാണ് പ്രസംഗിച്ചത്. ഇവിടെ ഞാൻ അറിഞ്ഞില്ല നായരെന്ന് വെച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെയൊക്കെ ശ്രീജു എസ് നായരെന്നോ ഷിജു എസ് നായരെന്നൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര വിഷയമാണ്. നാട്ടുകാരെല്ലാം കൂടെ ഒരുമിച്ച് കൂടി വലിയ പ്രശ്നമായി. കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് 150 പരം പോലീസുകാരുടെ അകമ്പടിയിൽ ആ ഒരു കൺവെൻഷനിൽ പ്രസംഗിക്കാൻ പറ്റിയത്. പ്രൈസ് ദി ലോർഡ്. കാരണം അവിടെ ആൾക്കാർ, ഡിവൈഫൈക്കാർ, മറ്റുള്ള ആൾക്കാരെല്ലാം കൂടെ വടിവാളും കാര്യങ്ങളുമായിട്ട് ഞങ്ങളെ വെട്ടും കുത്തും കൊലപാതകം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. പക്ഷേ കർത്താവിൻ്റെ കൃപയാൽ 3 ദിവസം പ്രസംഗിച്ചിട്ടാണ് വന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾക്ക് ഈ വാലൊന്നും ഇപ്പോൾ ഇല്ല. ഹല്ലേലൂയ. സ്തോത്രം. നായരെന്നൊന്നും ഞങ്ങൾ വയ്ക്കുന്നില്ല, ഞങ്ങൾ ശ്രീജു ഷിജു ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വാലുമില്ല. പക്ഷേ നമ്മളെ വിളിച്ചത് ജീവനുള്ള ദൈവമാണ്. നമ്മുടെ പേരിൻ്റെ അകത്തുള്ള നായരെന്നോ മേനോനെന്നോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. യേശു ഉള്ളവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശു നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ നിന്റെ കൂടെ സ്വർഗം നിന്റെ കൂടെ ഉണ്ട്. അത്ഭുതങ്ങൾ നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ഒരു അത്ഭുതം ഇതിനകത്ത് ചെയ്യാൻ പോവുക. കർത്താവ് അത്ഭുതം ചെയ്യാൻ പോവുക. ഞങ്ങൾ യേശുവിനെ കണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ ആഗ്രഹിച്ചാൽ നിനക്കും യേശുവിനെ കാണാൻ സാധിക്കും. നിനക്ക് യേശുവിനെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? ദൂതന്മാരെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? രോഗങ്ങളെ സൗഖ്യമാക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അത്ഭുതങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? ഇന്ന് യേശുവേ എന്നൊന്ന് ഉറക്കെ വിളിച്ചാൽ മതി. നിന്റെ അടുക്കൽ ഇറങ്ങി വന്ന് നിന്നോട് സംസാരിച്ച് എന്നെയും എൻ്റെ കുടുംബത്തെ മരണത്തിൽ നിന്ന് വിടുവിച്ച ഒരു ജീവിക്കുന്ന യേശു ഉണ്ട്. പ്രൈസ് ദി ലോർഡ്.
എൻ്റെ പിതാവൊക്കെ വന്നതും ഞങ്ങൾ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതും അങ്ങനെ ഒരുപാട് ടെസ്റ്റിമണികളുണ്ട്. ഇന്ന് രാത്രി അത് പറയാനുള്ള സമയമില്ല. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ആത്മാവിൽ ഞാനൊരു കാര്യം ചോദിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ ഒരു വിളി എൻ്റെ മേലുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആ ദൈവവേല ചെയ്യുവാനുള്ള ധൈര്യം, ഒരു പുതിയ അഭിഷേകം എനിക്ക് ആവശ്യമുണ്ടെന്നുള്ളവർ മാത്രം ഓടി ഫ്രണ്ടിലോട്ട് വന്നാട്ടെ. കർത്താവിൻ്റെ വിളി എൻ്റെ മേലുണ്ട്. സുവിശേഷ വേല ചെയ്യാനുള്ള ഒരു വിളി എൻ്റെ മേലുണ്ട്. എനിക്കതറിയാം. എനിക്ക് ഇന്ന് ചെയ്യുന്നതിനേക്കാൾ ശക്തമായി ദൈവവേല ചെയ്യണം. എന്നെ പരിശുദ്ധാത്മാവൊന്ന് തൊടണമെന്ന് ആഗ്രഹിക്കുന്ന സഹോദരന്മാർ സഹോദരിമാരുണ്ടോ? ഓടി ഫ്രണ്ടിലോട്ട് വന്നാട്ടെ. ജസ്റ്റ് ഒന്ന് ഓടി ഫ്രണ്ടിൽ വന്നാട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് നിങ്ങളുടെ മേൽ ഇറങ്ങാൻ പോവുക. അസാധാരണമായ ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങാൻ പോവുക. ഇന്ന് രാത്രി രോഗികൾ സൗഖ്യമാകാൻ പോവുക. കർത്താവിന്റെ മഹത്വം ഇവിടെ വെളിപ്പെടും. ഇന്ന് പരിശുദ്ധാത്മാ പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മുരണ്ടി ഓടി വന്നാട്ടെ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങാൻ പോവുക. അഭിഷേകമില്ലാത്തവർ ഓടി ഫ്രണ്ടി വന്നാട്ടെ. അഭിഷേകം ഇറങ്ങും. ഇന്ന് ദൈവവേല ചെയ്യാൻ താല്പര്യമുണ്ട്, എന്നെ ഒന്ന് തൊടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഓടി ഫ്രണ്ടി വന്നാട്ടെ. കർത്താവിന്റെ ശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങും. ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാർ ഇതിനകത്തുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടി ഫ്രണ്ടി വന്നാൽ ഇവിടെ നിൽക്കുന്നവർക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കാൻ വേണ്ടി പാസ്റ്റർമാരെല്ലാം ഒന്ന് ഫ്രണ്ടി വന്നാട്ടെ. പാസ്റ്റേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടി ഫ്രണ്ടിൽ വരിക. ഈ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന അഭിഷേകം ഇല്ലാത്തവർക്ക് വേണ്ടി ശക്തമായ കരങ്ങൾ അടിച്ചാട്ടെ. യേശുവിന്റെ രാത്രി നിന്നെ തൊടുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി. Fire of God. Yes. Release. Fire in Jesus. Fire. Touch the fire. Touch the Holy Spirit. Yes. 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 നിർത്തത്തോടെ ആരാധിച്ചോട്ടെ. കരങ്ങളെ അടിച്ച് നിൽക്കുന്ന സ്ഥലത്ത് കാലുകളെ ചലിപ്പിച്ച് ദൈവത്തെ ആരാധിച്ചോട്ടെ. ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഈ ദേശത്തെ പിടിച്ചെടുക്കാൻ ഒരു അഭിഷേകം. Yes. Yes. Glory. ഹല്ലേലൂയ. ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ. ഞാൻ പാടിടും സർവശക്തനായവനെ. ഓ ഹല്ലേലൂയ. ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി. സർവശക്തനായവനെ. Receive it. Receive it. Receive it. Receive it. Receive it. Receive it. Yes. 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 Fire. 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 Yes. Glory. Oh, Jesus. വലിയൊരു അഭിഷേകം പകർച്ച ഉണ്ടാകട്ടെ. ശുശ്രൂഷകരായി അത്യന്ത ദൈവശക്തി ശുശ്രൂഷ മാറാൻ പോവുകയാണ്. പവർഫുൾ അനോയിന്റിംഗ്, പവർഫുൾ ബ്ലെസ്സിംഗ്, പവർഫുൾ അനോയിന്റിംഗ്. പ്ലീസ് റിസീവ് ഇറ്റ്. ശക്തിയേറിയ അഭിഷേകം, അതിശക്തമായ ശുശ്രൂഷ, ശിവാവര ശുശ്രൂഷകൾ പുറത്തു വരട്ടെ. എന്റെ മേലൊരു വിളിയുണ്ട്, ശക്തമായ ഒരു വിളി, ദൈവത്തിന്റെ വിളി. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി. Yes, please. Oh, hallelujah. Oh, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ. Fire, 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 fire. പൈശാചിക ബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറി ഒരു വലിയ വിടുതൽ സംഭവിക്കുവാൻ ഒരു വലിയ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വലിയ ബ്ലസ്സിംഗ് ഉണ്ടാകട്ടെ. പ്രാവശ്യം ദൈവത്തിന്റെ ശക്തി പ്രാപിക്കട്ടെ. അഭിഷേകം. Yes, please. ദൈവത്തിന്റെ ശക്തമായ സാന്നിധ്യം പ്രാവശ്യം. അഭിഷേകം ഇറങ്ങട്ടെ, അഭിഷേകം ഇറങ്ങട്ടെ, അഭിഷേകം ഇറങ്ങട്ടെ. ശക്തമായ
Yes, yes, yes. Oh, ദൈവത്തിന്റെ അഭിഷേകം ഇന്ന് രാത്രി എല്ലാവരും പ്രാപിച്ചെടുത്താട്ടെ. കരങ്ങളെ ശക്തമായിട്ട് അടിച്ചുകൊണ്ട് നൃത്തത്തോടെ ആരാധിച്ചാട്ടെ, നൃത്തത്തോടെ ആരാധിച്ചാട്ടെ, നൃത്തത്തോടെ. Yes, 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 yes. Fire, fire in Jesus' name. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെടട്ടെ, നിറയപ്പെടട്ടെ. ഘട്ടങ്ങൾ അഴിയട്ടെ, ഫ്രീ ആകട്ടെ. Fire. അനേകരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രികാലം വരികയാണ്. വലിയൊരു അഭിഷേക പകർച്ച ഇവിടെ വെളിപ്പെടുകയാണ്. പ്രാപിച്ചോ, സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ ഇറങ്ങി ചിലരെ തൊടുകയാണ് ഇന്ന് രാത്രി. പ്രാപിച്ചോ, 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 പ്രാപിച്ചാട്ട്, 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 പ്രാപിച്ചോ. Receive it, receive it, receive it, receive it, receive, 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 receive. Fire Jesus. Oh Jesus. നിലമ്പൂരിന്റെ പട്ടണത്തെ നിന്റെ കരങ്ങളിൽ ദൈവം തന്നിരിക്കുക. ഇന്ന് രാത്രി യേശുവിന്റെ ശക്തി. Yes. Oh Jesus. തീരകട്ടെ. Touch the fire of God. Touch. Touch Jesus. Touch the fire. Touch the fire. Fire Jesus. Oh yes, 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 yes. വിശ്വാസം അനേകരുടെ ഉള്ളിലേക്ക് ഇന്ന് രാത്രി ഭയങ്കരമായ വിശ്വാസം ദൈവത്തിന്റെ ആത്മാവ് തരികയാണ്. നിന്റെ ഉള്ളിൽ, നിന്റെ കഴുത്തിൽ വാള് കൊണ്ടുവച്ചാലും യേശുവിനെ തള്ളി പറയാത്ത ഒരു ധൈര്യത്തിന്റെ ആത്മാവ്, ഒരു വിശ്വാസത്തിന്റെ ആത്മാവ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുമ്പോൾ അനേകർ ഇതിനകത്ത് നിൽക്കുന്ന അനേക വലിയ ശുശ്രൂഷ വിളിയുള്ളവർ ഇതിനകത്ത് വന്നേപ്പോണ്ട്. കർത്താവ് കർണാടക സഹോദരനോട് ശക്തമായൊരു ദൈവ വേലയ്ക്കുള്ള വിളി നിന്റെ അകത്ത് കിടക്കുക. ശക്തമായൊരു പ്രവാചക അഭിഷേകം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇന്ന് രാത്രി ആത്മാവർ ശക്തിയേറിയൊരു പ്രവാചക അഭിഷേകം കർത്താവ് ശക്തമായൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം കണ്ടിരിക്കുക. ഈ ദൈവ സഹോദര ശക്തമായ ദൈവവിളിയുണ്ട്. വലിയൊരു പാസ്റ്റർ കോളിംഗ് നിന്റെ അകത്തുണ്ട്. ഒരു ടീം വർക്കായിട്ട് ഇതിനകത്ത് നിൽക്കുന്ന പലരെയും ഈ ആ സഹോദരനുണ്ടല്ലോ പയ്യൻ കർത്താവ് നിന്നെ ദൈവം തൊടുകയാണ് ഇന്ന് രാത്രി. ഞാൻ ഫ്രണ്ടിലോട്ട് വന്നേ. പ്രൈസ് ദി ലോർഡ്. ഹാലേ. ദൈവാത്മാവരുടെ ശക്തമായ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ശക്തമായ അഭിഷേകം, അധികാരം, ഗിദയോനെ പോലെ പിതൃപാരമ്പര്യങ്ങൾ ഉടയ്ക്കുന്ന ഒരു അഭിഷേകം നിന്റെ അകത്ത് വ്യാപരിച്ചു. ഓ, ദേശങ്ങളെ കത്തിക്കുന്ന ഒരു തീയുടെ അഭിഷേകം, ഒരു ഏലിയാവിനെ പോലെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ശക്തമായ അധികാര ശുശ്രൂഷകൾ, പ്രാർത്ഥനയുടെ ഒരു അഭിഷേകം അതിക്കുന്ന സഹോദരനെ ദൈവം പ്രാർത്ഥനയുടെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഓരോ ചെറുപ്പക്കാരും ഇതിനകത്ത് നിങ്ങളുടെ ശുശ്രൂഷയ്ക്കുള്ള വിളിയുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും. ഹാലേഷ് ആ സഹോദരൻ നോർത്ത് ഇന്ത്യൻ ആണ്. പ്രൈസ് ദി ലോർഡ്. ശക്തമായൊരു അഭിഷേകവും വലിയ ദൈവവേലയും ഈ സഹോദരൻ. പ്രൈസ് കർത്താവ് പറയും ശക്തമായൊരു വിളി. പരിശുദ്ധാത്മാവ് നിന്നെ മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ശുശ്രൂഷ നിന്നെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. മരിച്ചവർ എഴുന്നേൽക്കും നിന്റെ മുമ്പിൽ. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തിൽ മുന്നോട്ട് കൊണ്ടുവന്നവരെ കൈവയ്ക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തിൽ മിനിഷി മാറട്ടെ, ലെവല് മാറട്ടെ. ഇന്ന് രാത്രി നീ ഇവിടെ വന്നിരുന്നത് വെറുതെ അല്ല. ദൈവം കൊടുങ്കാറ്റ് പോലെ നിന്നെ ഉപയോഗിക്കാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന മനുഷ്യൻ, വീര്യപ്രവൃത്തി എന്ന ശുശ്രൂഷ പ്രത്യേകമായി ദൈവം തന്ന് നിന്നെ ശക്തമായ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കാൻ പോവുകയാണ്. അതിഭയങ്കരമായ രീതിയിലുള്ള ഫെയ്ത്ത് നിന്റെ അകത്ത് ദൈവം തരും. ശക്തമായ പ്രാർത്ഥനയും അഭിഷേകവും. ദൂത് പറയും, അഭിഷേകത്തെ നിറയും, ദൂത് പറയും.
വെളിപ്പാടിന്റെ ശുശ്രൂഷ, മന്ത്രവാദ ശക്തികളെ തകർക്കുവാൻ ഒരു അധികാരം ഇതിനകത്ത് നിൽക്കുന്ന ചിലരുടെ മേൽ ഇന്ന് രാത്രി ഇറങ്ങി വരുന്നുണ്ട്. ആ വിചാരങ്ങളെ തകർക്കുന്ന ഒരു അഭിഷേകം നിന്റെ അകത്ത് വരുന്നുണ്ട്. ദൂത് പറയാൻ ഒരു അഭിഷേകം നിന്റെ അകത്ത് വരുന്നുണ്ട്. നിന്റെ അകത്ത് കിടക്കുന്ന കൃപാവരങ്ങൾ ഇന്ന് രാത്രി ജ്വലിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ചിലരുടെ മേൽ 9 കൃപാവരങ്ങൾ വെളിപ്പെടും. നിന്റെ സഭയുടെ തലം മാറാൻ പോവുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന പാഷന്മാരോട് ദൈവാത്മാവ് നിന്റെ സഭയുടെ തലം മാറും. ശക്തമായ ജനങ്ങൾ